പിന്നെ പേരെന്താണ് ഇപ്പച്ചി? കുക്കിംഗ് വിത്ത് ഇപ്പച്ചി. ഇപ്പച്ചിന്റെ സ്പെഷ്യൽ ബീഫാണ്. ഇപ്പച്ചി വെച്ചാൽ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാകുന്ന ഉറപ്പാണ്. എപ്പോഴേലും കിട്ടുന്ന അവസരമാണ് ഗൈസ്. ഹേയ് ഓൾ അസ്സലാമലൈക്കും. എൻ്റെ ഫാൻസൊക്കെ നിരാശയിലാണ് കേട്ടോ ഞാൻ കുക്കിംഗ് വീഡിയോ ഇടാത്തതുകൊണ്ട്. ഇന്ന് അതാവാന്ന് വിചാരിച്ചു കേട്ടോ. ആദ്യം തന്നെ ഒരു പാനിൽ നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ട് അതിലേക്ക് ഉലുവ ഇട്ടിട്ട് പൊട്ടിക്കുക കേട്ടോ. അതിന് ശേഷം ഉള്ളി ഇട്ട് വഴറ്റി അതിന് ശേഷം നമ്മൾ തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളി ഇട്ടിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. പിന്നെ വേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് വേപ്പിൻ്റെ ഇല ചപ്പൊക്കെ. അതിന് ശേഷം നമുക്ക് ഇതൊക്കെ പൊടികളായിട്ട് നമ്മൾ ഇടുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇറച്ചി മസാല ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. വേണമെങ്കിൽ ഗരം മസാലയും ബിരിയാണി മസാലയൊക്കെ എങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് സോസും സോയാ സോസും ഉണ്ടെങ്കിൽ അതും ഒഴിക്കുന്നത് നല്ലതാട്ടോ. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് നല്ലോണം അതിൻ്റെ പച്ചമുളകൊക്കെ മാറിയതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് വേവിച്ച് വെച്ച ബീഫാട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഈ ബീഫ് വേവിക്കുന്നതിലേക്ക് ബിരിയാണി മസാല ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ വേറെ ചേർക്കാഞ്ഞത്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി പറഞ്ഞിട്ട് നമ്മളത് അടിച്ച് വെച്ചിട്ട് വേവിക്കാട്ടോ ചെയ്യുന്നത്. പിന്നെ എന്തെങ്കിലും പൊടികളൊക്കെ കുറവുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് കുരുമുളക് ഇനി കുറവുള്ളത്. പിന്നെ അതിൻ്റെ അഭിപ്രായം ഇപ്പം തന്നെ പറയട്ടെ അല്ലേ. അപ്പം നിങ്ങൾ കേട്ടോളിട്ടോ.